മാത്രമല്ല മാർച്ചിൽ ശ്രീ രാജേഷ് കുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജേഷ് കുമാർ, ആന്റോയുടെ വിശദീകരണം കേട്ടുവല്ലോ, എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് മീഡിയ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മളൊക്കെയാണ് കുറ്റക്കാരെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ശ്രമത്തെ നമ്മൾ ശ്ലാഘിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ശ്രമത്തിന് നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഇപ്പം മാധ്യമങ്ങളാണ് വരുത്തി വെച്ചതെന്നാണ് തോന്നുന്നത്. നമ്മളിത് ഏറ്റവും ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇത് തന്നെയായിരുന്നു, ഫിഫ അനുമതി ഈ മത്സരത്തിനുണ്ടോ, ഫിഫയുടെ കലണ്ടറിൽ ഇത് വന്നിട്ടുണ്ടോ? അപ്പോഴൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു അർജന്റീനയുടെ അനുമതിയും ആ കാര്യത്തിൽ മെസ്സി വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച. നമ്മൾ ആദ്യത്തെ ചർച്ച തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫിഫയുടെ അനുമതി ഈ മത്സരത്തിനുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇതെല്ലാം മാധ്യമങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് തടി വരാനാണ് ഇപ്പൊ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾ വളരെ ക്ഷുഭിതനായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ക്ഷോഭത്തിൻ്റെതായ ഒരു കാര്യമില്ല. ഇദ്ദേഹത്തിന് ആദ്യമേ ഇത് കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളെക്കാൾ കൂടുതൽ, മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണെന്ന് അദ്ദേഹം വാദിച്ചു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നത് ആദ്യം നമുക്ക് ഇപ്പൊ നിങ്ങളുടെ ആർക്കൈവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഖണ്ഡിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ആദ്യത്തെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിഫ അനുമതിയുടെ കാര്യമൊക്കെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഫിഫയുടെ അനുമതി ഇല്ലാതെ ടീം ഇങ്ങോട്ട് വരുമോ എന്നൊക്കെയായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. നമ്മൾ ചോദിച്ചു ഫിഫയുടെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അനുമതി ഇല്ലാതെ ഞാനിപ്പോൾ ഇത് പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാനല്ലല്ലോ എന്നൊക്കെ അന്ന് പറഞ്ഞ ആളാണ്. അതാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിപ്പോ കട്ട് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കാണിക്കാവുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബാലിശമായ ആരോപണങ്ങൾ, ബാലിശമായ അവകാശവാദങ്ങൾ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേരത്തെ പ്രസ്താവന വെച്ച് ഇതൊക്കെ ഖണ്ഡിക്കാവുന്നുള്ളൂ. പക്ഷെ ഇത് ജനത്തോടാണ് പറയുന്നത്, പബ്ലിക്കിനോടാണ് പറയുന്നത് എന്നുള്ളത് ഒരു മിനിമം ഇതെങ്കിലും ഇദ്ദേഹത്തിന്റെ ശ്രമം നടത്തി. ഇദ്ദേഹത്തിന്റെ എല്ലാ ശ്രമത്തെയും നമ്മൾ ശ്ലാഘിക്കുന്നു. അതിനകത്ത് യാതൊരു ഇതും ഇദ്ദേഹം പോയിട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ അതേ പിടിച്ച് തൂങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ ചെയ്തത് അത്രയും ശരിയായിരുന്നു, എല്ലാം എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവഗാഹം നേടിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തുന്നതിലാണ് നമുക്കുള്ളൊരു പ്രശ്നം. അതുപോലെ ഇത്രത്തോളം പബ്ലിക്കിനെ പറ്റിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്ത് പബ്ലിക്കിനോട് ഇങ്ങനെ പറയുക, മാധ്യമങ്ങളെ ആക്ഷേപിക്കുക എന്നതിന് മാത്രമായിട്ട് ഈ പത്രസമ്മേളനം ഒതുങ്ങിയെന്നാണ് ഞാൻ മനസ്സിലായത്. 2 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് അനുമതി കിട്ടാവുന്നതേ ഉള്ളൂ. ഇന്ന് ഏതിന് അനുമതി കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലേ. ഇനി മത്സരമില്ലല്ലോ, പിന്നെ എന്ത് അനുമതിയുടെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്? അതായത് ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓസ്ട്രേലിയയുടെ 2 മത്സരങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം വെനസ്വേലക്കെതിരെ, മറ്റേ കൊളംബിയക്കെതിരെയാന്ന് തോന്നുന്നു 18-നും 14-നും 2 മത്സരങ്ങൾ അവരുടെ ഇന്റർനാഷണൽ വിൻഡോയിൽ 2 അവർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അർജന്റീന അങ്കോളയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്പെയിനിൽ വരുന്നു. സ്പെയിനിൽ വന്നിട്ട് നേരെ അങ്കോളയിൽ പോയി മത്സരം സ്പെയിനിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവര് അങ്കോളയ്ക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ അല്ലെ. പിന്നെ ഈ മാർച്ചിൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അനുമതി ഉടൻ കിട്ടും, മാർച്ചിൽ മത്സരം നടത്തുമെന്ന്. മാർച്ചിൽ ശരിയാണ്, വിൻഡോ ഓപ്പൺ ആണ്. പക്ഷെ അത് എങ്ങനെയാണത് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത എന്താണ് അതിനകത്തുള്ളത്? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ, ടയർ 1 അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ ഫ്രണ്ടിലേക്ക് എങ്ങനെയാണ് ഫിഫ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഫിഫയുടെ ഒരു മാനദണ്ഡ പ്രകാരം സ്റ്റേഡിയത്തെ സജ്ജീകരിക്കേണ്ടത്, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം പറയുന്നത്. അത് എല്ലാം പൂർത്തിയായി. 2 ദിവസത്തിനുള്ളിൽ സീറ്റുകളടക്കം. ഇപ്പൊ സീറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫിഫയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയം ഗൈഡ് ലൈൻസിനെ കുറിച്ച്, അതിനകത്ത് ഇന്റർനാഷണൽ മത്സരം നടക്കണമെങ്കിൽ, ഫ്രണ്ട്ലി നടക്കണമെങ്കിൽ, അതുപോലെ വേൾഡ് കപ്പ് നടക്കണമെങ്കിൽ, ഇതിനൊക്കെ, അതുപോലെ വനിതാ വേൾഡ് കപ്പ്, അണ്ടർ-17 വേൾഡ് കപ്പ്, അണ്ടർ-20 വേൾഡ് കപ്പ്, ഇങ്ങനെയുള്ള ഓരോന്നിനും ഫിഫയുടെ സ്റ്റേഡിയം ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്ര രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങളാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇന്റർനാഷണൽ ഫ്രണ്ട്ലി നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇല്ല. ആദ്യമൊക്കെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു മത്സരമേ നടന്നിട്ടില്ല, നമ്മളാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. വെനസ്വേലയും 2011 വെനസ്വേല അർജന്റീന നായകനായിട്ട് മെസ്സി ആദ്യം അരങ്ങേറ്റം കുറിക്കുന്ന ഇന്ത്യയിലാണ്, കൽക്കട്ടയിൽ നടന്ന മത്സരത്തിലാണ്. ആദ്യം അദ്ദേഹം പ്രസ് മീറ്റിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ അത് ഇരുത്തി പറഞ്ഞു, പണ്ടങ്ങാൻ 2011 വന്നേക്കുന്നത്, അന്ന് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ശരിയാണ്, ഗൈഡ് ലൈനിന്റെ ഒത്തിരി മാറ്റങ്ങൾ എല്ലാ സമയത്തും ഗൈഡ് ലൈൻസ് ഉണ്ട് സ്റ്റേഡിയത്തിന്. പക്ഷെ അതിന് മാറ്റങ്ങളും റെഗുലേഷൻസും മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എല്ലാ കാലത്തും ഫിഫയ്ക്ക് സ്റ്റേഡിയം റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഇത് സ്റ്റേഡിയത്തിലേക്ക് വന്നതിൽ ആദ്യം ഒരു തീരുമാനിച്ചു എന്തടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ച മത്സരം നടക്കുന്നത്. സ്പോർട്സ് ഹബിലാണ്, തിരുവനന്തപുരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബിലാണ് മത്സരം നടക്കുന്നതെന്ന് ആദ്യം പറയുന്നു. അത് കഴിഞ്ഞ് ആരും അറിയാതെ GCDയിലേക്ക് മാറ്റുന്നു. GCDയുടെ കത്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് അറിയുന്നത് കൊച്ചിയിലാണ് മത്സരത്തിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അവിടുത്തെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഒരു കായിക വകുപ്പിൽ നിന്നൊരു കത്ത് GCDക്ക് ലഭിക്കുന്നത്.
അതിനുശേഷമാണ് കൊച്ചിയിലാണെന്നുള്ള വിവരം പിന്നീട് സ്പോൺസർ പ്രഖ്യാപിക്കുന്നു. പിന്നെ തിരക്കിട്ട ശ്രമങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് 10-20 അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ സ്റ്റേഡിയം മുഴുവൻ 70 കോടി ചെലവഴിച്ച് നവീകരിച്ചു കഴിഞ്ഞാൽ ഫിഫയുടെ അംഗീകാരം കിട്ടുമെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ഇത് മുഴുവൻ നടന്നത് മുഴുവൻ ഒരു തരം മാനിപ്പുലേഷൻസ് ആണ്, ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലാണ് പറ്റിക്കുന്നത്. മാത്രമല്ല അതിന് പിന്നിലെ പണമിടപാട് പോലും ഇനി ചർച്ചയാകേണ്ടതാണ്. അതിൽ മറുപടി പറയേണ്ടയാൾ മറുപടി പറയുന്നുമില്ല. സംസ്ഥാന സർക്കാർ ഇതിൽ മൗനമായിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയെ പോലും നമുക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രിയെ പോലും ഇക്കാര്യത്തിൽ കായിക വകുപ്പ് തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ സ്പോൺസർ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു അല്ലെ, മുഖ്യമന്ത്രിയുടെ യോഗം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റേ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി രണ്ട് ആഴ്ച മുമ്പ് യോഗമുണ്ട്. അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തോ എന്നുള്ള കാര്യത്തിന് വ്യക്തതയില്ല. പക്ഷേ അങ്ങനെ ഒരു യോഗം തീരുമാനിച്ചത് നമ്മൾ വാർത്തയൊക്കെ കൊടുത്തതാണ്. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അനുമതി കിട്ടാതെ ഇത്തരത്തിൽ ഒരു യോഗത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സംശയമാണ്. ഇനി സ്റ്റേഡിയം നവീകരണങ്ങൾ അതിന്റെ ഫുൾ സ്വിംഗിൽ നടക്കട്ടെ, അതിനുശേഷം അനുമതി കിട്ടട്ടെ. ഇയാൾ പറയുന്നത് വിശ്വസിക്കുക, ആ തരത്തിൽ എടുക്കുകയാണെങ്കിൽ മാർച്ചിൽ കളി നടക്കട്ടെ. അപ്പോഴൊക്കെ നമ്മൾക്ക് ആ സംശയം നമ്മൾ മാറ്റാൻ നമ്മൾ ശരിയാണ്. രാജേഷ് കുമാർ, സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അത് മാത്രമല്ല, എന്തിനാണ് ഈ അനുമതി ഇല്ലാതെ മത്സരം അനൗൺസ് ചെയ്തതും അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും ഇതിനും മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരും സ്പോർട്സ് മന്ത്രിയും കൂടിയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.